ഈശോയും ശിഷ്യന്മാരും ഊട്ടുശാലയിൽ 3 ഗണമായി തിരിഞ്ഞു. ഈശോ തൻ്റെ 12 അപ്പസ്തോലന്മാരോടുകൂടി പ്രധാന ശാലയിൽ ഇരുന്നു. നഥാനിയേൽ മറ്റ് 12 ശിഷ്യന്മാരോടുകൂടി ഒരു വശത്തെ മുറിയിലും, മറിയത്തിൻ്റെയും ക്ലോയോഫാസിൻ്റെയും മകനും സ്നാപക യോഹന്നാൻ്റെ ശിഷ്യനുമായിരുന്ന എലിയാക്കിം മറ്റ് 12 പേരോടുകൂടി മറുവശത്തുള്ള മുറിയിലും ഇരുന്നു. ഈ മറിയം ഹേലിയുടെ മകളായിരുന്നു. 3 കുഞ്ഞാടുകൾ ദേവാലയത്തിൽ വെച്ച് ബലി ചെയ്യപ്പെട്ടു. 4-ാമത്തേത് ബലി ചെയ്യപ്പെട്ടത് ഊട്ടുശാലയിൽ വെച്ചായിരുന്നു. അതായിരുന്നു ഈശോയും അപ്പസ്തോലന്മാരും ഭക്ഷിച്ചത്. ഈ സാഹചര്യം യൂദാസ് അറിഞ്ഞിരുന്നില്ല. ഈശോയെ ഒറ്റിക്കൊടുക്കുന്നതിനെപ്പറ്റി ആലോചിക്കുവാൻ അയാൾ പുറത്തുപോയിരുന്നു. വിരുന്നിന് ഏതാനും നിമിഷങ്ങൾക്ക് മുൻപ് കുഞ്ഞാടുകൾ ബലി ചെയ്യപ്പെട്ടതിന് ശേഷമാണ് യൂദാസ് എത്തിച്ചേർന്നത്. ഈശോയും അപ്പസ്തോലന്മാരും പെസഹ കുഞ്ഞാടിനെ ബലി ചെയ്യുന്ന രംഗം അത്യന്തം ഹൃദയസ്പർശിയായിരുന്നു. ഊട്ടുശാലയുടെ പൂമുഖത്ത് വെച്ചാണ് അത് നടന്നത്. കർത്താവിന് കൃതജ്ഞതയർപ്പിക്കുവിൻ, അവിടുന്ന് നല്ലവനാണ് എന്ന് തുടങ്ങുന്ന 118-ാമത്തെ സങ്കീർത്തനം പാടിക്കൊണ്ട് അപ്പസ്തോലന്മാരും ശിഷ്യന്മാരും അവിടെ സന്നിഹിതരായിരുന്നു. ഈ സംഭവത്തോടെ തുടങ്ങാൻ പോകുന്ന പുതിയ കാലഘട്ടത്തെക്കുറിച്ച് ഈശോ സംസാരിച്ചു. മോശയുടെ ബലിയും പെസഹ കുഞ്ഞാടിന്റെ പ്രതീകവും അവയുടെ പൂർണ്ണത കൈവരിക്കുവാൻ പോവുകയാണെന്നും, ഇക്കാരണത്താൽ പണ്ട് ഈജിപ്തിൽ വെച്ച് ചെയ്ത അതേ രീതിയിൽ തന്നെ കുഞ്ഞാടിനെ ബലി ചെയ്യേണ്ടിയിരിക്കുന്നു എന്നും, അടിമത്തത്തിന്റെ ഭവനത്തിൽ നിന്ന് അവർ പുറത്തു വരാൻ പോവുകയാണെന്നും അവിടുന്ന് പറഞ്ഞു. ബലിയർപ്പണത്തിന് വേണ്ട പാത്രങ്ങളും ഉപകരണങ്ങളും തയ്യാറാക്കിയ ശേഷം അടുത്തു നിന്നിരുന്നവർ കിരീടം വെച്ച് അലങ്കരിച്ച അതീവ മനോഹാരിതയുള്ള ഒരു കുഞ്ഞാടിനെ കൊണ്ടുവന്നു. മറ്റ് ഭക്തസ്ത്രീകളോടുകൂടി അടുത്ത ഒരു മുറിയിൽ ആയിരുന്ന പരിശുദ്ധ കന്യകയ്ക്ക് ഈ കിരീടം കൊടുത്തയച്ചു. കുഞ്ഞാടിനെ ഒരു പലകയോട് പുറം ചേർത്ത് വെച്ച് കെട്ടി. ഇത് ചമ്മട്ടിയടിക്കായി യേശുവിനെ തൂണോട് ചേർത്ത് കെട്ടിയ സംഭവം എന്നെ അനുസ്മരിപ്പിച്ചു. ശിമയോന്റെ മകൻ കുഞ്ഞാടിന്റെ തലയിൽ പിടിച്ചു. ഈശോ കത്തികൊണ്ട് അതിന്റെ കഴുത്തിൽ ചെറിയ ഒരു മുറിവുണ്ടാക്കി അതിനെ കൊല്ലുന്നതിനായി ശിമയോന്റെ മകനെ ഏൽപ്പിച്ചു. വൈമുഖ്യത്തോടെയാണ് ഈശോ അതിനെ മുറിപ്പെടുത്തിയത്. അത് പെട്ടെന്ന് നിർവഹിക്കുകയും ചെയ്തു. ആദരവുളവാക്കുന്ന വിധത്തിൽ ഗൗരവം സ്ഫുരിക്കുന്ന മുഖത്തോടെയാണ് അവിടുന്ന് ഇത് നിർവഹിച്ചത്. രക്തം താലത്തിലേക്ക് ഒഴുകി വീണു. അടുത്തു നിന്നിരുന്നവർ കൊണ്ടുവന്നു കൊടുത്ത ഹീസോപ്പ് ചില്ല ഈശോ കുഞ്ഞാടിന്റെ രക്തത്തിൽ മുക്കി താഴിലും കറികളിലും തളിച്ചു. രക്തം പുരണ്ട ആ ചില്ല വാതിലിന് മുകളിൽ വെച്ചു. അതിനുശേഷം പല കാര്യങ്ങളും ഈശോ ശിഷ്യന്മാരോട് സംസാരിച്ചു. സംഹാരദൂതൻ ദ്രോഹമൊന്നും ചെയ്യാതെ ആ ഭവനത്തെ കടന്നു പോകുമെന്നും, യഥാർത്ഥ പെസഹ കുഞ്ഞാടായ താൻ ബലി ചെയ്യപ്പെട്ട് കഴിയുമ്പോൾ ഭയമോ ഉത്കണ്ഠയോ കൂടാതെ അവർ ആ മുറിയിൽ ആരാധിക്കുമെന്നും, ഒരു പുതിയ യുഗവും ലോകാവസാനം വരെ നിലനിൽക്കുന്ന പുതിയ ബലിയും ആരംഭിക്കുവാൻ പോവുകയാണെന്നും അവിടുന്ന് അവരോട് പറഞ്ഞു. ഇതിനുശേഷം അവർ ഈ മുറിയുടെ മറുവശത്ത് പണ്ട് ഉടമ്പടിയുടെ പേടകം സ്ഥിതി ചെയ്തിരുന്ന സ്ഥലത്തുള്ള അടുപ്പിനടുത്തേക്ക് പോയി. അവിടെ തീ കത്തി നിൽക്കുന്നുണ്ടായിരുന്നു. കുറച്ച് രക്തം അടുപ്പിന്മേൽ ഒഴിച്ച് ബലിപീഠം എന്ന പോലെ ഈശോ അതിനെ വെഞ്ചരിച്ചു. ശേഷിച്ച രക്തവും കൊഴുപ്പും അടിയിൽ കത്തുന്ന തീയിൽ ഒഴിച്ചു. അതിനുശേഷം അവിടുന്ന് അപ്പസ്തോലന്മാരോടുകൂടി സങ്കീർത്തനങ്ങൾ ആലപിച്ചുകൊണ്ട് അത്താഴമുറിക്ക് ചുറ്റും നടന്ന് ഒരു പുതിയ ദേവാലയമായി അതിനെ പവിത്രീകരിച്ചു. ഇതിനിടയിൽ ശിമയോന്റെ പുത്രൻ കുഞ്ഞാടിനെ തയ്യാറാക്കി കഴിഞ്ഞിരുന്നു. അയാൾ അതിൻ്റെ ശരീരത്തിലൂടെ ഒരു കൂർത്ത കൊമ്പ് കടത്തി. മുൻകാലുകൾ കുറുകെ വെച്ച് ഒരു തടിക്കഷണത്തിൻ്റെ ഇരുവശങ്ങളോടും പിൻകാലുകൾ വലിച്ചു നീട്ടി ശരീരത്തിൽ കടത്തിയ കമ്പിനോട് ചേർത്ത് കെട്ടി. കുരിശിൽ കിടക്കുന്ന യേശുവിനോട് ഇതിന് സാദൃശ്യമുണ്ടായിരുന്നു. പെസഹ കുഞ്ഞാടിനെ ഒരു തളികയിൽ മേശയുടെ നടുവിൽ വെച്ചു. ആ തളിക വെള്ളുള്ളി വെച്ച് അലങ്കരിച്ചിരുന്നു. കുറുകെ വെച്ചിരുന്ന ദണ്ഡിനോട് ബന്ധിക്കപ്പെട്ട മുൻകാലുകളിൽ മേലായിരുന്നു അതിൻ്റെ തല ഇരുന്നത്. പിൻകാലുകൾ വലിച്ചു നീട്ടപ്പെട്ടിരുന്നു.
അതിനടുത്തായി പെസഹായ്ക്ക് വേണ്ടി പൊരിച്ച മാംസം വെച്ചിരുന്ന ഒരു തളികയും അതിനോട് ചേർന്ന് വേവിക്കാത്ത പച്ചക്കറികൾ നിരത്തിയ ഒരു പ്ലേറ്റും, തൊട്ടടുത്ത് സുഗന്ധച്ചെടികൾ പോലിരിക്കുന്ന കയ്പുള്ള സസ്യങ്ങൾ ചെറിയ കെട്ടുകളാക്കിയ പ്ലേറ്റും സജ്ജമാക്കി വെച്ചു. ഈശോ ഇരുന്നതിന് എതിർവശത്തായി പലതരം ഹരിതസസ്യങ്ങൾ വെച്ച ഒരു തളികയും തവിട്ടു നിറത്തിലുള്ള പാനീയം നിറച്ച മറ്റൊരു പാത്രവും ഉണ്ടായിരുന്നു. പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ പ്രധാന പരിചാരകൻ കുഞ്ഞാടിനെ മുറിക്കാനുള്ള കത്തിയും ഒരു കപ്പും ഈശോയുടെ മുമ്പിൽ മേശപ്പുറത്ത് വെച്ചു. അപ്പസ്തോലന്മാർക്ക് മുമ്പിൽ ഈ 2 പേർക്കിടയിലായി വെച്ചിരുന്ന 6 കപ്പുകളിലും വീഞ്ഞു നിറച്ചു. വീഞ്ഞ് ആശീർവദിച്ച ശേഷം ഈശോ അത് കുടിച്ചു. ഒരു പാത്രത്തിൽ നിന്ന് 2 പേർ എന്ന ക്രമത്തിൽ അപ്പസ്തോലന്മാരും പാനം ചെയ്തു. തുടർന്ന് കർത്താവ് പെസഹ കുഞ്ഞാടിനെ മുറിച്ചു. അപ്പക്കഷണങ്ങൾ നീട്ടി അപ്പസ്തോലന്മാരിൽ ഓരോരുത്തരും തങ്ങളുടെ പങ്ക് സ്വീകരിച്ചു.